അതേവിടെ പോലീസ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എനിക്കെന്താണ് ഒരു ഓക്വേർഡ് ഫീലിംഗ് അറിയത്തില്ല. എൻ്റെ പൈസ അല്ലേ ഇത്. ഒച്ച ബോയ്സും ഗേൾസും കാണുന്ന വിചാരിക്കും. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാനില്ലേ എന്താണ് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കുറച്ച് ബ്രോക്ക് ആണെന്ന്. അപ്പോൾ 1-2 കമൻറ്റ് ഞാൻ കണ്ടു. ബ്രോ എവിടെയാണ്, ഇൻവെസ്റ്റ് ചെയ്യുവാണോ അല്ലെങ്കിൽ എല്ലാം പോവുകയാണോ, എല്ലായിടത്ത് വെറുതെ തൂർത്തടിക്കുകയാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അതിനുവേണ്ടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഒരു 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് എത്ര പെട്ടെന്ന് ചിലവാകുമെന്ന് കാണിച്ചു തരാം. നമുക്ക് ഇത് 5 തുടങ്ങാം. പിന്നെ എപ്പോഴും ഞാൻ ഇതിൽ കൂടുതൽ ചിലവാക്കുന്ന കാണിക്കും. ഈ ആഴ്ച എനിക്ക് അത്ര ചിലവേ ഉള്ളൂ. അപ്പോൾ 5 ലക്ഷം 5 മിനിറ്റിൽ ഏറ്റവും നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും. അപ്പം ചെക്ക് എന്ത് വെയിൽ. എടാ എനിക്ക് പനിയും പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് സുഖപരമായ ഒരു നടപ്പല്ല ഇത് വെയിലത്ത്. ഇവിടെ നല്ല തിരക്കാണല്ലേ ഇപ്പോൾ തോന്നുന്നു. ഏട്ടൻ്റെ തെറി പറഞ്ഞേനെ. ഞാൻ എൻ്റെ കയ്യിലൊന്നും എടുക്കുന്നില്ല കവറൊന്നും. ഇതിനു മുമ്പ് 10-15 ലക്ഷം കൊണ്ട് നടന്നതാണ് കയ്യിൽ. പക്ഷേ അത് ആൾക്കാർക്ക് എന്താണ് ഫേക്ക് ആയിട്ടാണ് തോന്നിയത്. ഇതിപ്പം 500-ൻ്റെ ആയതുകൊണ്ട് അറിയത്തില്ല. എൻ്റെ ബാങ്കിലെത്തി. വലിയ താല്പര്യമുള്ള സ്ഥലമല്ല ഇതെനിക്ക്. കുറച്ച് തിരക്കുണ്ട്. ബോയ്സ് എനിക്ക് പൈസ ഐ ഗോട്ട് ദ മണി ബോയ്സ്, ഐ ഗോട്ട് ദ മണി. ആൾക്കാരെ വീശി കാണിച്ച ആൾക്കാർ എല്ലാം പറയും. ഈ ബാങ്കിൽ തന്നെയാണ് ഞാൻ എല്ലാ നോട്ടും കൊണ്ട് കൊടുത്തത്. അപ്പം ആൾക്കാർക്ക് ഓൾറെഡി എന്നെ പരിചയം ഉണ്ടായിരുന്നു. ഇപ്പം നല്ലതായിട്ട് പരിചയമുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്ന എന്ത് സെറ്റാണെന്ന് അറിയാം. ആൾക്കാർ പട്ടിച്ചെന്ന് പറയും. അവിടെ പോലീസ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എനിക്കെന്താണ് ഒരു ഓക്വേർഡ് ഫീലിംഗ് അറിയത്തില്ല. എൻ്റെ പൈസ അല്ലേ ഇത്. ചേട്ടൻ ഹായ് പറയാൻ. എന്താണ് പേരെന്താ? കണ്ണൻ. ഞാൻ ജസ്റ്റ് ഒരു ബാങ്കിൽ പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഓടുന്ന ആദ്യത്തെ പൈസ എങ്ങോട്ട് പോകും ഞാൻ കാണിച്ചു തരാം. ഒടുക്ക ചൂട്. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ പൈസ എവിടെ ചിലവാക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബിൽ. എന്റെ ക്രെഡിറ്റ് കാർഡ് ബിൽ ഇപ്പൊ ഏകദേശം എത്ര ആയിട്ടാണെന്ന് ചോദിക്കൂ. ഏകദേശം അല്ല, ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലോസ് ടു ഇഫ് നോട്ട് എ പ്രോപ്പർ 1 lakh. ഒറ്റയടിക്കാണ് 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറയാൻ പോകുന്നത്. ബട്ട് വി ഓൾവേസ് പേ അവർ ക്രെഡിറ്റ് കാർഡ് ബിൽസ് ബോയ്സ്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പേ ചെയ്യേണ്ടത് കേട്ടോ. ഈ ആഴ്ച എനിക്ക് അതാണ് ഏറ്റവും ആദ്യം. അത് കൊടുത്തിട്ട് വരാം. 1 ലക്ഷം ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത് ഇതിൽ നിന്ന് തന്നെ കൊടുക്കുവാണ് ഞാൻ. അപ്പം അതുകൊണ്ട് പിന്നെ ഇടേണ്ടി വരും. അപ്പം എന്തായാലും 2 ഘട്ടം പോരട്ടെ. ഞാനിങ്ങനെ മൊബൈലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യാൻ തൊട്ടും അറിയത്തില്ല എത്ര വണ്ണം ഉള്ളത് ഇതിന്. അങ്ങനെ 1 ലക്ഷം അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 10 പ്രാവശ്യം അകവും പുറവും ചെയ്ത് കാണും ഞാൻ. 1 ലക്ഷം ഇടാൻ പോലും പറ്റിയില്ല. ഇതൊക്കെയാണ് ഞാൻ ബാങ്കിൽ പോയി കൊടുത്തത്. കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് എനിക്ക് 98 രൂപ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഞാൻ ബാങ്കിൽ പോയി കുറച്ച് പൈസ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് കണക്ക് പറഞ്ഞുതരാം. അതായിരിക്കും നല്ലത്. 1/2 മണിക്കൂറായിട്ടാവും അവരെല്ലാവരും ഒരേ സമയത്ത് ലഞ്ച് ബ്രേക്കിന് പോയി. ആർബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം അവർക്ക് അൺഇൻറ്ററപ്റ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ബാങ്കിങ് അവേഴ്സിൽ 2 മണിക്കൂർ 1:45 അല്ല 2 മണിയാകുമ്പോൾ കണ്ട് വന്നേ. ഞാൻ പിന്നെ അവിടെ മാനേജർ ഇടന്നെങ്കിൽ ഞാൻ വള്ളിയാക്കാൻ പോയതാ. ഞാൻ കറക്റ്റ് ടൈം വരെ റെക്കോർഡ് ചെയ്ത് വെച്ച് അരമണിക്കൂർ വരെ വന്ന അല്ല 3/4 മണിക്കൂർ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തത്. ആദ്യത്തെ കാര്യം അവർക്ക് സ്റ്റാഗേർഡ് ലഞ്ച് ബ്രേക്സ് വെക്കണം. എന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ കൗണ്ടറിൽ വെക്കണം. അതാണ് പ്രോപ്പർ ബാങ്കിങ് സർവീസ്. ഒരാളെയും വെക്കാതെ എല്ലാവരും കൂടി ഒറ്റടി ഫുൾ കൗണ്ടർ കാലി മാനേജർ. പ്രോപ്പർ ബാങ്കിങ് സർവീസ് ഒരാളെങ്കിലും വെക്കണ്ടേ. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ പറയുന്നതാണ്. പക്ഷേ നമ്മൾ ഈ സ്റ്റാഗേർഡ് ആയിട്ട് ലഞ്ച് ബ്രേക്സ് വെക്കണം. അതാണ് കൂടുതൽ കസ്റ്റമറിന് നല്ലത്. നല്ല ബാങ്ക് ഉള്ളവർ അങ്ങനെ ചെയ്യും. പോയതപ്പം ഞാൻ പൈസ ഇട്ടു. ഇനി നമുക്ക് ചിലവാക്കാം. ബോയ്സ് നമുക്ക് ആദ്യം തന്നെ SBIയുടേത് അടയ്ക്കാം. ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടോ? എടുത്തേക്കാം. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എൻ്റെ ലൈഫിനെ കുറിച്ച്. ഒരു 3 CRന്റെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഇപ്പം SBIന്ന് ചോദിച്ച് നിങ്ങളൊന്ന് പറയുക നല്ലതെന്ന്. ടേം ഇൻഷുറൻസ് എങ്ങനെയാണ്? 75 വയസ്സ് വരെയുള്ള 10 വർഷത്തേക്കാണ് നോക്കുന്നത്. അടയ്ക്കുന്നത് നോക്കട്ടെ. ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് ബിൽ അടിക്കുകയാണ്. 98,722. പാസ്വേഡ് ഓർമ്മയില്ല. അപ്പം എന്തായാലും നമുക്കിത് വീട്ടിൽ പോയി മാക്ക് മേടിച്ചില്ല. അതിന് 1 ലക്ഷം കൊടുക്കാണ്ട്. അത് കൊടുത്തിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കണമെന്നാണ്. ഇപ്പം എന്തായാലും പൈസ ഉണ്ടല്ലോ, കൊടുക്കാം. ബോയ്സ് ആ കടയിൽ പൈസ കൊണ്ടുപോയി ഞാൻ ഇപ്പം കൊടുക്കും. നല്ല തിരക്കാണല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് പോവുക, കൊടുക്കുക, തീരുക. ബാക്കിയുള്ള പൈസ കൂടി നമുക്ക് തെറപ്പിക്കുക. ഹായ്. ഇത് അടുത്തത്തെ ഏറ്റവും വലിയ പേയ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ കറണ്ട് ബില്ലാണ്. അപ്പം എത്രയായിരുന്നു? ഞങ്ങൾക്ക് ഓർമ്മയാണ് എൻ്റെ കറണ്ട് ബിൽ എത്രയാണെന്ന്. 12,521 വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി. യെസ് ബോയ്സ്, പേയ്മെന്റ് ഡൺ. യെസ്, സക്സസ്ഫുൾ. നിങ്ങൾക്ക് വിചാരിക്കും എൻ്റെ കറണ്ട് ബിൽ ഇതുകൊണ്ട് തീർന്നത്? ഇല്ല. അച്ഛനും അമ്മയ്ക്ക് 2 കടയും കൂടിയുണ്ട്. അത് ഞാൻ തന്നെ അടയ്ക്കുന്നത്. ബോയ്സ്, പേയ്മെന്റ് ഡൺ. 710 പേയ്മെന്റ് ആയി. അടുത്തത് 1412. യെസ്, ലെറ്റ്സ് ഗോ. യോ, പൈസ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്ന കണ്ടോ. എൻ്റെ എഡിറ്ററിന്റെ ലാസ്റ്റ് 2 വീഡിയോയ്ക്ക് അത് കുറച്ച് പേയ്മെന്റ് ഉണ്ടായി. അത് കൊടുത്തേക്കാം. പിന്നെ ഒരു ബോണസും കൊടുക്കാം. ബോണസ് എല്ലാം കൂട്ടി ഒരു 15,500 അടുത്ത പേയ്മെന്റ്. എഡിറ്ററിന് ഇറ്റ്സ് എ ഡിസേർവ്ഡ് മണി. ഓക്കെ ബോയ്സ്, ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ബിൽ ഞാൻ പേ ചെയ്തു. 98,124 രൂപ ഞാൻ പേയ്മെന്റ് ചെയ്തുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് തീർന്നില്ല. ഇതൊരു ക്രെഡിറ്റ് കാർഡ് ഇനിയുണ്ട് കുറേ. നമുക്ക് ആക്സിസ് ബാങ്ക് കുറയ്ക്കാം. ഒരു ബാങ്ക് ഉണ്ടെന്ന് വിചാരിച്ചത്. ഇനിയും കുറേ ബാങ്കുണ്ട്.
കുറച്ചേറെ ഉണ്ട്. അപ്പോൾ അടുത്ത പേയ്മെൻ്റ് ആണ് 26765. ബോയ്സ് അങ്ങനെ ആ പേയ്മെൻറ്റ് കഴിഞ്ഞു. പേയ്മെൻറ്റ് ഡൺ. ഇനി എന്തായാലും ക്രെഡിറ്റ് കാർഡ് തീർന്നില്ല, അടുത്തുണ്ട്. 70,000 ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ ബില്ലായിട്ടില്ല. 70,000 കൊടുക്കാൻ ബാക്കിയുണ്ട്. എന്തുകൊണ്ട് വന്നില്ലെന്ന് അറിയത്തില്ല, വരേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും ഇതും കൂട്ടിയേക്കാം. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ തീർന്നില്ല, അടുത്ത ICICI ഉണ്ട് എനിക്ക്, അത് പിന്നെ വലുതായിട്ടില്ല. ക്രെഡിറ്റ് കാർഡിൽ തന്നെ ഇപ്പോൾ 2 ലക്ഷം ആയല്ലേ. ICICI കുറവ് രൂപയുള്ളതുണ്ട്, 4200 മാത്രം. Come on, let's go, let the money flow. Yeah, done. ഇത്ര ക്രെഡിറ്റ് കാർഡ് ഇപ്പോഴത്തേക്ക് മതി, ഒരെണ്ണം ആയില്ല. ബോയ്സ്, അപ്പം നമുക്ക് അടുത്ത ചിലവെന്ന് പറയുന്നത് KSFിൽ ഒരു ചെറിയ ചിട്ടി, അതൊരു 12-13 രൂപയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ഒരു ചിട്ടിക്ക് 12-13 രൂപ ഒരു ചിട്ടിക്കേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു 10-12 ചിട്ടി കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.3 lakhs പിടിക്കും. ഒരു 1.3 lakhs പിടിക്കാം അല്ലേ അമ്മേ? ഒരു 1.3 lakhs നമുക്ക് പിടിക്കാം. അപ്പം ഏകദേശം ഒരു 1.3 lakhs അല്ലേ അമ്മേ? ഇവരെ ഇങ്ങോട്ട് കൊടുക്കാൻ അത്ര പോരെ അമ്മ? വേറെ ഒന്നുമില്ലല്ലോ. ഓ അയ്യോ ദൈവം, അത് ആ സാധനം മറന്നുപോയി ഞാൻ. അവിടെ കിടക്കുന്ന അത് അമ്മ മേടിച്ചു തന്നിട്ട് EMI അടിച്ചു തന്നായിരുന്നു എനിക്ക്. അതിന് പൈസ അടയ്ക്കണം നമുക്ക്. അതൊരു 20,700. കുഴപ്പമില്ല. എന്ത് ഒരു 2 ലക്ഷം എന്റെ 2 ലക്ഷമാ? അത് അഡ്വാൻസാ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പെട്രോൾ അടിച്ചത് തന്നെ 4 ലക്ഷത്തിനാണല്ലോ അമ്മ. അത് നമുക്ക് മൈൻഡ് ആക്കണ്ട. അപ്പൊ ആ വണ്ടിയുടെ 20 ബോയ്സ്, 20 എന്ന് പറയുമ്പോ എത്രയായി? 370. 1.3 plus 20, 1,30,000 plus 20,000. 175. 3,75,000 അല്ലേ? 1,30,000 plus 20,000. 1,30,000. 150. ഓക്കെ താങ്ക് ഗോഡ്. 1.30 plus 20 എത്ര? 1.30 plus 1.5. 1.5 അല്ലേ? അപ്പൊ 1.5 കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ബാക്കി നോക്കിക്കോളാം. പൈസ എടുത്ത് അമ്മേനെ കൊടുത്താൽ മതി. ഇയാള് പറയുന്നത് എനിക്ക് തരുവാണെന്ന്. ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ അതിക്കൊള്ളുന്ന. ഇപ്പൊ നമുക്ക് 1 വീക്കിൽ 3-5 lakhs ചെലവാക്കുന്നുള്ളൂ. ഞാൻ ഉള്ള ചെലവാക്കിയൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി അടിയിലാവും. അപ്പൊ 1.5 ഇപ്പൊ തീരാൻ പോകും. മേടിച്ചു. ഇത് അമ്മയ്ക്കല്ല, ഇത് ചിട്ടിക്ക് കൊടുത്തേച്ചാൽ മതി. ചിട്ടിക്കും കാറിനും കൂടെ കേട്ടോ. ഇത് കണ്ടേ തോന്നുന്നു നമുക്കുള്ളായിരിക്കും. ഇതിന് ഒരു ഗുണമുണ്ടടാ എനിക്ക്. ഇത് ബിസിനസ് അക്കൗണ്ടിൽ കൊണ്ടിടാം. കൂടുതൽ കുണിക്കണ്ട അമ്മ. എന്നിട്ട് നാളെ ഇട്ടു. അമ്മ ഇതൊക്കെ ഇതീ പറയുന്ന പോട്ടെ. ബോയ്സ്, അപ്പം നമുക്ക് ടോട്ടൽ ആയിരിക്കുന്നത് 4,80,000 രൂപയാണ്. ബാക്കി പിന്നെ മിസ്ലീനിയസ് ചിലവുകൾ, കുറച്ച് ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ, ChatGPT സബ്സ്ക്രിപ്ഷൻ, പ്രീമിയർ പ്രോ, എപ്പിഡമിക്, പിന്നെ എന്തുവാണ് എപ്പിഡമിക് ഉണ്ട്, പിന്നെ എന്തൊക്കെ കുറച്ചുകൂടി ഉണ്ട്, കുറേയേറെ സബ്സ്ക്രിപ്ഷനൊക്കെ. അതെല്ലാം കൂട്ടിയായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വലുതായിട്ടൊന്നും കാണത്തില്ല. അപ്പോൾ ഇത്ര പെട്ടെന്നാണ് 5 lakhs തീർത്തുന്നത്. 5 മിനിറ്റ് തീർത്ത് ഞാൻ ഡയറക്റ്റ് ഫോണിൽ നിന്ന് തന്നെ ചിലവാക്കിയിരുന്നത്. പക്ഷേ ഞാൻ ഫോണിൽ ചിലവാക്കാതെ ഫിസിക്കൽ നോട്ടായിട്ട് ചിലവാക്കേണ്ട കുറച്ച് സമയം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. I'll see you guys next time. Take care. Peace. നമ്മൾ എണ്ണുന്നുണ്ട്.